KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ഈ മാസം 16 മുതൽ ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. മതിയായ സാവകാശം പോലും നൽകാതെയും പ്രായമായവർക്കും സാങ്കേതിക പരിജ്ഞാനവും ഇല്ലാത്തവർക്കും ബദൽ മാർഗം കാര്യക്ഷമമാക്കാതെയുമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്ന ആരോപണങ്ങൾ ഉയരുകയാണ്. ഈ മാസം 15-നകം KYC പൂർത്തിയാക്കാത്തവർക്ക് ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ലെന്നാണ് ഉപഭോക്താക്കൾക്കുള്ള അറിയിപ്പ്. ഇന്ത്യൻ, HP, ഭാരത് തുടങ്ങിയ എല്ലാ കമ്പനികളും ഇതിൽ ഉൾപ്പെടും. 2024 ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ KYC പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. അന്നിത് നിർബന്ധമല്ലാതിരുന്നതിനാൽ ഭൂരിപക്ഷം ആളുകളും KYC പൂർത്തിയാക്കിയിരുന്നില്ല. ഗ്യാസ് വില കുത്തനെ കൂട്ടിയും സബ്സിഡി വെട്ടിക്കുറച്ചുമുള്ള ജനദ്രോഹത്തിന് പിന്നാലെയാണ് പുതിയ നിബന്ധന കൂടെ വന്നിരിക്കുന്നത്. PM ഉജ്ജ്വൽ യോജന അടക്കം ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന പദ്ധതികളിലെ ഉപഭോക്താക്കളെ വെട്ടിക്കുറയ്ക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഉത്തരവ്. നിലവിൽ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത്. കണക്ഷൻ ഉടമ മരിച്ചാൽ ഉടമസ്ഥാവകാശം മാറ്റി പ്രക്രിയ പൂർത്തീകരിക്കാൻ സമയം വേണ്ടിവരും. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ട് പോലും പരിഗണിക്കാതെയാണ് നടപടി. അതേസമയം ഇപ്പോഴും പലർക്കും KYC പൂർത്തിയാക്കേണ്ട വഴികൾ അറിയില്ലെന്നതാണ് വാസ്തവം. വിതരണ കമ്പനികളുടെ ആപ്ലിക്കേഷനും ആധാർ ഫേസ് ID ആപ്ലിക്കേഷനും ഉപയോഗിച്ച് ഓൺലൈനായി KYC പൂർത്തിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗ്യാസ് വിതരണ ഏജൻസിയിൽ നേരിട്ടെത്തിയോ ഡെലിവറി ഏജന്റുമാർ വഴിയോ നടപടി പൂർത്തിയാക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.